ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. 10 ലക്ഷത്തിൽ പരം കാക്കകളെയും മൈനകളെയും കൊന്നൊടുക്കി. ഒമാൻ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 ദശലക്ഷത്തിൽ പരം കാക്കകളെയും മൈനകളെയും കൊന്നൊടുക്കി. ഇന്ത്യൻ കാക്കകളെയും മൈനകളെയുമാണ് പ്രധാനമായും ഇല്ലായ്മ ചെയ്തത്. വടക്കൻ ബാത്തിനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാക്കകളെ ഇല്ലായ്മ ചെയ്തത്. 6,21,592 അധിനിവേശ പക്ഷികളെ ഗവർണറേറ്റിൽ കൊന്നൊടുക്കി. തെക്കൻ ബാത്തിന 2,03,777, ദോഫാർ 1,26,700, മസ്കറ്റ് 50,012 എന്നിങ്ങനെയാണ് വിവിധ ഗവർണറേറ്റുകളിൽ കൊന്നൊടുക്കപ്പെട്ട കാക്കയുടെയും മൈനകളുടെയും കണക്കുകൾ. അധിനിവേശ പക്ഷികളായ കാക്കയും മൈനയും രാജ്യത്ത് കൃഷികളും മറ്റും നശിപ്പിക്കുന്നതായി പരിസ്ഥിതി വിഭാഗം നേരത്തെ വിലയിരുത്തിയിരുന്നു. തുടർന്ന് ഇവയെ തുരത്തുന്നതിനായി പക്ഷികളുടെ വ്യാപനം തടയുന്നതിനും അന്താരാഷ്ട്ര വിദഗ്ധയായ സുസന്ന സാവേദ്രിയുമായി കരാറുണ്ടാക്കിയിരുന്നു. ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ധാന്യങ്ങളും മുന്തിരി, ആപ്രിക്കോട്ട്, പിയേഴ്സ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമാണ് മൈനകളും കാക്കകളും നശിപ്പിക്കുന്നത്. ഒമാനിൽ 1,60,000 മൈനകളുണ്ടെന്നാണ് കണക്കുകൾ. ഇവയുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി നേരത്തെ പരിസ്ഥിതി അതോറിറ്റി ടീമിനെ രൂപീകരിച്ചിരുന്നു. അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും മൈനകളെയും കാക്കകളെയും നിരീക്ഷിക്കാനുള്ള പ്രാരംഭ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. മറ്റ് പക്ഷികളുടെ മുട്ടകളും മൈന നശിപ്പിക്കുന്നത് പ്രകൃതിയുടെ വൈവിധ്യങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ട്. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലാണ് മൈനയെ സാധാരണമായി കണ്ടുവരുന്നത്. കൃഷിയിടങ്ങളിലും പാർപ്പിട മേഖലയിലുമാണ് മൈന കൂടുതലായി കാണുന്നത്. ഇത്തരം പക്ഷികളുടെ വർധന തടയാൻ മറ്റ് വിഭാഗങ്ങളായി സഹകരിച്ച് കർശന നടപടികൾ എടുക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണ വിഭാഗം. വ്യത്യസ്തങ്ങളായ പരിസ്ഥിതികളുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്ന മൈനകൾ ചെടികളും ചെറിയ പ്രാണികളും അജൈവ സൂക്ഷ്മാണുക്കളെയും ചെറിയ സ്തനികളെയും ഭക്ഷിക്കും. വർഷത്തിലുടനീളം പ്രത്യുൽപാദനം നടത്താൻ സാധിക്കും. വർഷം ഒരു പക്ഷി 6 വരെ മുട്ടയിടും. ഇണകളായ പക്ഷികൾ 17 ദിവസം വരെ അടയിരിക്കും. ഏറ്റവും ഇളയ പക്ഷിക്കുഞ്ഞ് 22 ദിവസത്തിന് ശേഷം കൂട്ടിൽ നിന്ന് പുറത്തു കിടക്കും. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ വേഗത്തിൽ ബാധിക്കും. എണ്ണപ്പെരുപ്പം കാരണമാണിത്. മുന്തിരി, ഏപ്രിക്കോട്ട്, ആപ്പിൾ, സ്ട്രോബെറി, അത്തിപ്പഴം തുടങ്ങിയ പഴച്ചെടികൾക്കും ചോളം, ഗോതമ്പ്, നെല്ല് എന്നിവയ്ക്കും ഗുരുതര അപകടം വരുത്തും. പ്രത്യുൽപാദന ശേഷി വളരെ കൂടുതലായതിനാൽ ഇവയുടെ എണ്ണം 1.60 ലക്ഷം വരെ എത്തും. ഭക്ഷണത്തിനും താമസത്തിനും മറ്റ് പക്ഷികളുമായി മത്സരിക്കുമെന്നതിനാൽ മറ്റുള്ളവയുടെ നാശത്തിന് ഇടവരുത്തും. ജൈവ വ്യവസ്ഥയ്ക്ക് കൂടുതൽ നാശം വരുത്തുന്ന 3 പക്ഷികളുടെ കൂട്ടത്തിലാണ് ലോക പരിസ്ഥിതി സംഘടന മൈനയെയും ഇന്ത്യൻ കാക്കകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് പക്ഷികളുടെ കൂട്ടിൽ കയറി മുട്ട നശിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നവയാണിവ. കാർഷിക കളകളും പ്രാണികളും വർദ്ധിക്കുന്നതിനും ഇടയാക്കുന്നതാണിത്. അതികഠിനമായ ചൂടിലേക്ക് കടക്കുകയാണ് അറേബ്യൻ പെനിൻസുല. ജൂൺ 7 മുതൽ ആഗസ്റ്റ് അവസാനം വരെയുള്ള കാലയളവാണ് ഈ മേഖലയിലെ ഏറ്റവും ചൂടേറിയ സമയമായി കണക്കാക്കുന്നത്. ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനും അറബ് യൂണിയൻ ഫോർ സ്പേസ് ആൻഡ് ആസ്ട്രോണമി അംഗവുമായ ഇബ്രാഹിം അനുമതിയില്ലാതെ സൗന്ദര്യവർദ്ധക സേവനങ്ങൾ പ്രവാസി വനിതകൾ അറസ്റ്റിൽ. ഒമാനിൽ ലൈസൻസ് ഇല്ലാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുകയും സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത പ്രവാസി വനിതകളെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ആരോഗ്യ മന്ത്രാലയം റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചായിരുന്നു നടപടി. മസ്കറ്റിൽ താമസ കെട്ടിടം കേന്ദ്രീകരിച്ചാണ് നിരവധി പ്രവാസികൾ ഉൾപ്പെടുന്ന സംഘം പ്രവർത്തിച്ചിരുന്നത്. 4,619 കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ക്രീമുകൾ, ഇഞ്ചക്ഷൻ, മെഡിക്കൽ സപ്ലൈസ്, മറ്റ് ആരോഗ്യ സംരക്ഷണ വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽപ്പെടുന്നു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലാണ് പ്രതികൾ പ്രവർത്തിച്ചിരുന്നതെന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. ക്ലാസുകൾ ഓൺലൈനാക്കിയും സമയം കുറച്ചും ഇന്ത്യൻ സ്കൂളുകൾ. ഒമാനിൽ ചൂട് ശക്തമായതോടെ ക്ലാസുകൾ ഓൺലൈനാക്കിയും പഠന സമയം കുറച്ചും ഇന്ത്യൻ സ്കൂളുകൾ. ഈ മാസം 6 വരെയുള്ള ദിവസങ്ങളിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ക്ലാസ് സമയം കുറച്ചിട്ടുണ്ട്. KG മുതൽ 12ാം തരം വരെയുള്ള ക്ലാസ് സമയം കുറച്ചുകൊണ്ടുള്ള സർക്കുലർ പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് കൈമാറി. ദാർസേറ്റ് ഇന്ത്യൻ സ്കൂളിൽ 3 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ടാണ് നടക്കുക. KG മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിക്കാലം ആരംഭിച്ചിരുന്നു. മറ്റ് സ്കൂളുകളിലും ക്ലാസുകൾ ഓൺലൈനാക്കുകയോ സമയം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ജൂൺ 6 രാജ്യത്തെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളിൽ മുഴുവൻ ക്ലാസുകളിലും അവധിക്കാലം ആരംഭിക്കും. കൊടുംചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ രാജ്യത്ത് മധ്യാഹ്ന വിശ്രമം പ്രാബല്യത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. 3 മണിക്കൂർ ഇടവേള പുറം ജോലിക്കാരായ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമാണ്.
ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 100 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴയും ഇരട്ടിയാകും. മരുഭൂമിയിൽ നിന്ന് അടിച്ചു വീശുന്ന ചൂടുകാറ്റാണ് രാജ്യത്തെ താപമുയർത്താൻ കാരണമായിരിക്കുന്നത്. മസ്കറ്റ് അടക്കമുള്ള മേഖലയിലെ ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഉയർന്ന ചൂട് ആഗസ്റ്റ് അവസാനം വരെ തുടരും. ചൂട് വർദ്ധിച്ചതോടെ നഗരങ്ങളിലെ തിരക്ക് കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. വിപണിയെ ചൂട് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.